പുട്ടിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ കുഴയ്ക്കേണ്ടത് ഈ ഒരു പരുവത്തിലാണ്. ഇത് മിക്സിയിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് കുഴച്ചെടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ജാറാട്ടോ എടുത്തേക്കുന്നത്. ഇതേപോലത്തെ ഒരു ഗ്ലാസ്സാണ് ഞാൻ അളവിനെടുത്തേക്കുന്നത്. ഇതേപോലെ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് മാവിന് 1 പുട്ട്, അതാണ് കണക്ക് കേട്ടോ. ഞങ്ങൾ ഉപയോഗിക്കുന്ന പുട്ടുകുറ്റിക്ക് 1 ഗ്ലാസ് കറക്റ്റായിരിക്കും. അപ്പോൾ 1 ഗ്ലാസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വെള്ളം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. പകരം നമ്മൾ എടുത്തേക്കുന്ന ചോറാണ് കേട്ടോ. ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ആദ്യമേ മൊത്തം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം കുളമാവും. അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് കറക്കിയെടുക്കണം. ചോറ് എല്ലാ സ്ഥലത്തും എത്തണം. ആ രീതിയിൽ നല്ലപോലെ തന്നെ ഒന്ന് കറക്കിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ഒരു കറക്കി എടുത്തിട്ടുണ്ട്. ചിലർ ഈ ഒരു പരുവത്തിലെടുക്കും. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പുട്ട് കൊള്ളത്തില്ല. ഇതിനകത്തേക്ക് നമുക്ക് വീണ്ടും കുറച്ചും കൂടെ ചോറ് ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് വരത്തുള്ളൂ. കൂടുതൽ ചോറ് ഇട്ട് കൊടുക്കരുത്. ഇത് ഏകദേശം ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കണം. സ്പൂണിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചെറിയൊരു കട്ട പിടിച്ചുകൊണ്ടിരിക്കും. ഓവറായിട്ട് ചോറ് ഇട്ട് കൊടുക്കില്ല കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൈ ഇനി ഉപയോഗിക്കരുത്, സ്പൂണ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. കൈ ഉപയോഗിച്ച് നിങ്ങളിത് തൊടരുത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പീര ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ പീര ഇട്ട് കൊടുക്കാം. ഇനി സ്പൂൺ ഉപയോഗിച്ച് തന്നെ ഇതേപോലെ കോരിയിടണം. കൈ ഇനി തൊടരുത്, ഇതിലേക്ക് കൈ തൊടാൻ പാടില്ല. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ കോരിയിടാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തറയിൽ ഒന്ന് തട്ടി ഒന്ന് താഴ്ത്തി കൊടുക്കാം. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കറിയാം. ഇനി ബാക്കിയുള്ള പീരയും കൂടെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ അടപ്പും കൂടെ ഇട്ട് അടച്ചു കൊടുക്കാം. ഇനി നമ്മൾ കുക്കറിനകത്താണ് ഇത് വെക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് ആവി പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് ഈ ഒരു ഭാഗം, കുക്കറിൻ്റെ ഈ ഒരു ഭാഗം ഇതേപോലെ 2-3 ചുറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തുനിന്ന് നീരാവി പുറത്തേക്ക് പോകത്തേയില്ല. കറക്റ്റായിട്ട് പുട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇപ്പോൾ നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. പുട്ട് എന്തായാലും നമുക്ക് എടുക്കാം. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റുമാണ്, നല്ല മണമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.